അമ്മേ, ഇവനാണ് എൻ്റെ മകൻ ഇന്ദുഗോപൻ. Glad to meet you. Many, many happy returns of the day. താങ്ക് യു. എൻ്റെ മുത്തശ്ശിയുടെ നല്ല ചായ ഉണ്ട് അല്ലേ അച്ഛാ? ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഓഫീസിൽ അടുത്ത കാലത്ത് വന്ന മുരുകനെ പറ്റി. മൾട്ടിമീഡിയ രംഗത്ത് ഞാനൊരു നല്ല ഭാവി പ്രതീക്ഷിക്കുന്ന ചെറുപ്പക്കാരൻ. ഇവർ മുരുകൻ്റെ അമ്മയാണ്, ശ്രീമതി വിശാലാക്ഷി അമ്മ. എന്താ ഒന്നും കഴിക്കുന്നില്ലേ? ശരി, കഴിക്കാം. ആ ശരി, ഇരിക്കും. അമ്മയ്ക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല, നിങ്ങൾക്ക് ആള് തെറ്റുമെന്നാണ് എന്റെ സംശയം. എനിക്ക് തെറ്റിയെന്നോ? ഒരിക്കലുമില്ല. പെറ്റമ്മയുടെ മുഖം മറന്നാലും വിശാലാക്ഷി അമ്മാൾ എന്ന ഈ സ്നേഹമയിയുടെ രൂപം ഞാൻ മറക്കൂ? എനിക്ക് മനസ്സിലായില്ല. അമ്മേ, ഞാൻ ജയനാണ്, ജയചന്ദ്രൻ. അമ്മ കോയമ്പത്തൂർ കോട്ടൺ എന്ന കമ്പനി തുടങ്ങിയ കാലത്ത് സൈക്കിളിൽ ദിവസവും കോട്ടൺ കെട്ടുകളുമായി വന്നിരുന്ന ആ പഴയ പയ്യനെ ഓർമ്മ വരുന്നില്ലേ? ഒരു മെലിഞ്ഞുണങ്ങിയ പയ്യൻ, ജയൻ, ജയചന്ദ്രൻ. വർഷം 25-ലേറെ ആയില്ലേ. പല മുഖങ്ങളും ഞാൻ മറന്നു. ചിലപ്പോ എന്റെ മുഖം തന്നെ ഞാൻ മറക്കും. അപ്പം മുരുകൻ്റെ അമ്മ ഞാൻ കരുതിയതുപോലൊരു സാധാരണ സ്ത്രീയല്ല. ഞാനിപ്പോ ഒരു സാധാരണ സ്ത്രീ തന്നെ. മാറ്റങ്ങളില്ലാത്ത ജീവിതം ഉണ്ടോ മിസ്റ്റർ മേനോൻ? എന്താണ് അമ്മയ്ക്ക് സംഭവിച്ചത്? കോയമ്പത്തൂർ കോട്ടൺ ഇപ്പോഴും നല്ല രീതിയിൽ നടക്കുന്നുണ്ടല്ലോ. ഞാനും ടെക്സ്റ്റൈൽ ബിസിനസ് രംഗത്താ. അമ്മ ദാനമായി തന്ന 2000 രൂപ മുടക്കി ലുങ്കിക്കച്ചവടം തുടങ്ങി. പഴനി മുരുകന്റെ അനുഗ്രഹം കൊണ്ട് ആ തൊഴിൽ ഞാൻ പോലും സ്വപ്നം കാണാത്ത അഭിവൃദ്ധി ഉണ്ടായി. വളരെ സന്തോഷം. ഞാൻ ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ട്, ആരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ടെന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ഇപ്പോ ഞാൻ മുരുകന്റെ അമ്മ മാത്രമാണ്. മിസ്റ്റർ ആർ കെ മേനോന്റെ ഓഫീസിലൊരു ഉദ്യോഗസ്ഥനാണ് എൻ്റെ മോൻ. പഴയകാലം കണ്ടു കഴിഞ്ഞ ഒരു സ്വപ്നം, വരുംകാലം കാണാനിരിക്കുന്ന സ്വപ്നം ഇന്നു മാത്രമാണ് സത്യം. ആദ്യമായി അവരെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഈ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. അവരിൽ എന്തോ അസാധാരണത്വം ഉണ്ടെന്ന്. ചെറുപ്പകാലത്ത് അവർ വളരെ സുന്ദരിയായിരുന്നു. അതേസമയം സ്വഭാവത്തിലൊരു പെൺപുലി. നൂൽ നൂൽക്കുന്ന ഒരു ചെറിയ സ്ഥാപനം തുടങ്ങി. പിന്നെ കുറെ തറികൾ വാങ്ങി. അത് വളർന്നു വളർന്ന് ഒരു വലിയ എക്സ്പോർട്ട് കമ്പനിയായി. തിരുപ്പൂർ വിശാലാക്ഷി പിന്നെ കോയമ്പത്തൂർ വിശാലാക്ഷിയായി മാറി. ഇന്ന് ഈ സ്ഥിതിയിൽ ഇവരെ കാണുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നു. എത്രയോ പേർക്ക് അന്നം വിളമ്പിയ കൈയാണത്. റിയലി ഫാബുലസ്, ആൻ എക്സ്ട്രാ-ഓർഡിനറി പേഴ്സണാലിറ്റി. അവരുടെ മകനെ ചെറിയ രീതിയിലെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യം.
ഈ മുറിയിലാണോ അമ്മ താമസിക്കുന്നത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്കിവിടെ പരമാനന്ദമാണ് ജയ. കൂടെ എൻ്റെ മകനില്ലേ മുരുകൻ. അതുകൊണ്ട് ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത സംതൃപ്തിയും സമാധാനവും ഇപ്പം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇല്ല, അമ്മ ഈ സ്ഥിതി ജീവിക്കുന്ന കാണാൻ എനിക്കിഷ്ടമല്ല. അമ്മയുടെ മൂത്തമനില്ലേ ബാലു, അമ്മയും അവനും ചേർന്ന് കമ്പനി നല്ല രീതിയിൽ നടത്തുകയാണെന്നല്ലേ ഞാൻ കരുതിയിരുന്നത്. എന്താ സംഭവിച്ചത്? എന്നോടെങ്കിലും തുറന്നു പറയൂ. ബാലുവിനറിയാമോ അമ്മ ഇവിടെയാണെന്ന്? ഇല്ല, അവനിപ്പോ എന്നോട് വെറുപ്പാണ്. എന്നെ കൊല്ലാൻ അവനൊരു വാടക കൊണ്ടേ ഏർപ്പാട് ചെയ്യും. ആ സംഭവത്തോടെ ഞാനും അവനും മനസ്സുകൊണ്ടാകുന്നു. എല്ലാ സ്വത്തുക്കളും ബാലുവിന് കൊടുത്തിട്ട് ഞാൻ നാടുവിട്ട് ഇവിടെ എത്തി. ഇല്ല, ഞാനിത് വിശ്വസിക്കുന്നില്ല. 3 വർഷം മുമ്പ് ചെന്നൈ സിറ്റി വെച്ച് ഞങ്ങൾ തമ്മിൽ കണ്ടു. ഞാൻ ബാലുവിനെ തിരിച്ചറിഞ്ഞില്ല. പക്ഷെ ബാലു സംശയത്തോടെ എന്നെ നോക്കി. ജയേട്ടനല്ലേന്ന് ചോദിച്ചു. അമ്മയെക്കുറിച്ച് എത്ര ഉയർന്ന രീതിയിലാണ് ബാലു എന്ന് സംസാരിച്ചത്. അമ്മ എനിക്ക് അമ്മ മാത്രമല്ല, എന്റെ കാണപ്പെട്ട ദൈവമാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ പഴയ കഥ. ഇപ്പൊ ജയൻ അമ്മയെക്കുറിച്ചൊന്ന് ചോദിച്ചു നോക്ക്. ആ മൂദേവി പടിയിറങ്ങിയതോടെ കമ്പനി രക്ഷപ്പെട്ടു എന്ന് പറയും. അമ്മയും മകനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അത് ഒരാൾ വിട്ടുകൊടുത്താൽ മാഞ്ഞു പോവും. അമ്മ പ്രസവിച്ച മുരുകൻ നാളെ അമ്മയെ തള്ളിപ്പറയില്ലെന്നതിന് എന്താണ് ഉറപ്പ്? പാവം, അവൻ മിണ്ടാപ്രാണിയല്ലേ. ഹാൻഡിക്യാപ്ഡ് ആയവരെല്ലാം നല്ലവരായിക്കൊള്ളണമെന്ന് നിർബന്ധമുണ്ടോ? ശരീരത്തിനും മനസ്സിനും ഒരുപോലെ വൈകല്യമുള്ള എത്രയോ പേരുണ്ട്. എനിക്കിനി പണം വേണ്ട, ബിസിനസ്സും വേണ്ട. അമ്മ ഇങ്ങനെ പറയരുത്. അമ്മയുടെ ബുദ്ധി, ഭാവന, എക്സ്പീരിയൻസ്, മാനേജ്മെന്റ് എബിലിറ്റീസ് എല്ലാം ഈ കുടുസുമുറിയിൽ ഒതുങ്ങി കൂടി നശിക്കാനുള്ളതാണോ? പണ്ട് ഞാൻ പഞ്ഞിക്കെട്ടുമായിട്ട് വരുമ്പോൾ വല്ലതും കഴിച്ചതാണോ ജയ? കൈ കഴിയുക, ആദ്യം ഊണ് കഴിക്ക് എന്ന് അമ്മ പറയുന്നത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ആ തൈർ സാദത്തിൻ്റെയും സാമ്പാർ സാദത്തിൻ്റെയും സ്വാദ് ഇപ്പോഴും എൻ്റെ നാവിൻ തുമ്പിലുണ്ട്. ഞാനും ടെക്സ്റ്റൈൽ ബിസിനസ്സാണ് നടത്തുന്നത്, ഗാർമെന്റ് എക്സ്പോർട്ടിംഗ്. അമ്മയുടെ കഴിവുകൾ എൻ്റെ കമ്പനിക്ക് വേണം. ബാലു എന്തുകൊണ്ട് അമ്മയ്ക്കെതിരായി? നിങ്ങളെ തമ്മിൽ അകറ്റിയ ക്ഷുദ്രജീവികൾ ആരൊക്കെയാണ്? സത്യം പറയും. അമ്മയ്ക്കത് കണ്ടുപിടിക്കാൻ ആഗ്രഹമില്ലേ? ഇപ്പോഴും അമ്മ ബാലുവിനെ സ്നേഹിക്കുന്നില്ലേ? തീർച്ചയായും. ഇല്ലെങ്കിൽ ഞാൻ സമ്പാദിച്ച സ്വത്ത് അവന് വിട്ടുകൊടുക്കും. കോടതിയിൽ കേസ് പറഞ്ഞ് അവനെ ഞാൻ തെരുവിൽ കൊണ്ടുവരില്ലേ? എനിക്കറിയാം, ബാലു പാവമാണ്. ഒരു കുഞ്ഞിന്റെ മനസ്സാണ് അവന്, പാല് പോലുള്ള മനസ്സ്. പക്ഷേ ഒരു തുള്ളി വിഷം വീഴുന്നാൽ പിന്നെ ആ പാല് മുഴുവനും വിഷമല്ലേ? അമ്മ എന്റെ കൂടെ വരണം. അമ്മ എന്റെ കമ്പനിയുടെ CEO ആകണം. അമ്മയുടെ പ്രതിഭയും കഴിവും എന്റെ സ്ഥാപനത്തെ ഉയർന്ന സ്റ്റേജിലെത്തിക്കും. പിന്നെ മുരുകന്റെ കാര്യം, ഞാൻ RK മേനോനുമായി സംസാരിച്ചു. മുരുകന്റെ ഭാവി ഭദ്രമായി കഴിഞ്ഞു. അധികം വൈകാതെ അമ്മയുടെ ഊമയായ മകൻ അറിയപ്പെടുന്ന ഗ്രാഫിക് ഡിസൈനറാകും. എല്ലാം ഉപേക്ഷിച്ചു വന്ന എനിക്ക് എന്തിനാ CEO പദവി? അങ്ങനെയല്ല, അമ്മ എന്റെ കൂടെ വരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ കമ്പനി അമ്മയുടെ കീഴിലായിത്തീരുന്നു എന്നാണ് അർത്ഥം. ഇപ്പം നമ്മുടെ ഹെഡ് ഓഫീസ് ചെന്നൈയിലാണ്. അത് കോയമ്പത്തൂരിലേക്ക് മാറ്റാനും പ്രയാസമില്ല. ഞാൻ പട്ടിണി കിടന്ന് സൈക്കിൾ ചവിട്ടി അലഞ്ഞ സിറ്റിയല്ലേ കോയമ്പത്തൂര്. നീ വളർച്ചയിൽ അഹങ്കരിക്കുന്നില്ല, പഴയതൊന്നും മറക്കുന്നില്ല. അതുകൊണ്ടാണ് നീ ഈ നിലയിലെത്തിയത്. അമ്മയായിരിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. ഈശ്വരോ രക്ഷതു, എന്നെ നീ തിരിച്ചറിഞ്ഞല്ലോ. അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്തെങ്കിലും അമ്മയുടെ അടുത്ത് അഹങ്കാരം കാണിച്ചിട്ടുണ്ടോ? നീ സുനിലുമായി പിണങ്ങി വീട് വിട്ടുപോന്നു. ഈ അമ്മയെ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ഫോൺ ചെയ്യുമായിരുന്നല്ലോ. അത് പിന്നെ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ എടുക്കുന്നത് പ്രഭയാണെങ്കിലോ? പ്രഭ എടുത്താലെന്താ? അവളുടെ ശബ്ദം കേട്ടാ നിന്റെ കാതടഞ്ഞു പോവൂ.
അതോ ആ സമയത്ത് നിന്റെ കയ്യിലിരിക്കുന്ന റിസീവർ പൊള്ളുമോ? അല്ല, രവീന്ദ്രൻ ഇല്ലേ ഇവിടെ? അച്ഛൻ പുറത്തുപോയി. അമ്മയുടെ കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അച്ഛൻ തന്നെ മരുമകന്റെ അടുത്ത് വന്ന് പറഞ്ഞല്ലോ. ലളിതയുടെ ഒളിച്ചോട്ടത്തെക്കുറിച്ച് നാട്ടുകാർ പല കഥകളും പറയാറുണ്ട്. പക്ഷെ ഞാനതൊന്നും കേൾക്കാൻ നിൽക്കാറില്ല. ലളിത മടങ്ങി വന്ന അവൾക്ക് അവളുടേതായ അനുഭവങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ നാട്ടുകാർ പുതിയ കഥകൾ പറഞ്ഞുണ്ടാക്കും. അമ്മയെന്താ ഇരിക്കാത്തത്? ഇരിക്കാൻ സമയമില്ല. എന്നെ കണ്ടില്ലെങ്കിൽ പ്രഭയുടെ കുഞ്ഞ് നിർത്താതെ കരയും. ഈശ്വരന്റെ ലീല എന്നല്ലാതെ എന്തു പറയാനാ? അത് ഈശ്വരന്റെ ലീലയല്ല, രക്തബന്ധത്തിന്റെ മഹത്വ. എന്നുവെച്ചാ ചില കുട്ടികൾക്ക് പെറ്റമ്മയോടുള്ളതിനേക്കാൾ ഇഷ്ടം അച്ഛന്റെ അമ്മയോടായിരിക്കും. സ്വന്തം ഭർത്താവ് തെറ്റ് ചെയ്താൽ തന്നെ ഭാര്യ അത് നാട്ടുകാരോടും വീട്ടുകാരോടും പറഞ്ഞു നടക്കരുത്. ഭർത്താവ് തന്നെ വഞ്ചിച്ചു എന്നറിഞ്ഞ് അയാളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തണം. അതിന് തൻ്റെ ഇടമില്ലെങ്കിൽ അതങ്ങ് സഹിച്ചു മിണ്ടാതിരിക്കണം. കോമളത്തോട് ഈ കാര്യം തുറന്നു പറയാനാ ഞാൻ വന്നത്. എന്ത് കാര്യം? നിന്റെ സുനിലിൻ്റെയും കാര്യം. നീ ഇവിടെയും സുനിൽ അവിടെയുമായി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പ്രഭ പ്രസവിച്ച കുട്ടി സുനിലിൻ്റെ കുട്ടിയാണെന്ന് നിനക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നീ എൻ്റെ മകനുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വയ്ക്കണം. അതായത് നീ എൻ്റെ മകനെ ഉപേക്ഷിക്കണം. നിന്റെ സംശയം തന്നെയാണ് പ്രസാദിനുള്ളത്. അവൻ പ്രഭയുമായുള്ള ബന്ധവും ഏർപ്പെടുത്തട്ടെ. അപ്പോൾ നീയും നിന്റെ കസിൻ പ്രസാദും പറയുന്നത് സത്യമാണെങ്കിൽ എൻ്റെ മോൻ സുനിലിന് പ്രഭയെ സ്വന്തമാക്കാമല്ലോ. എന്തു പറയുന്നു? അങ്ങനെ അവരിരുവരും വിവാഹമോചനം നേടിയെന്ന് തന്നെ ഇരിക്കട്ടെ. ഞാൻ നിർബന്ധിച്ചാലും സുനിൽ പ്രഭയെ വിവാഹം കഴിക്കുമെന്ന് കരുതണ്ട. അതെന്താ? ആങ്ങളെ പെങ്ങളെ കല്യാണം കഴിക്കുന്ന പതിവുണ്ടോ നമ്മുടെ നാട്ടിൽ? നീ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. എന്നാൽ എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ആ കുഞ്ഞ് എൻ്റെ മകൻ്റെ അല്ലെന്ന്. അത് അമ്മയ്ക്ക് എങ്ങനെ തീർത്ത് പറയാൻ പറ്റും? എനിക്ക് മാത്രമേ അത് ഉറപ്പിച്ച് പറയാൻ കഴിയൂ. അതിന് തക്കതായ കാരണമുണ്ട്. അന്നൊരു ദിവസം നിനക്ക് ഛർദിയും തലചുറ്റലും ഉണ്ടായപ്പോൾ നീ ഗർഭിണിയാണെന്ന് ഞാനും നീയും സുനിലും സംശയിച്ചു. നമ്മൾ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ നിന്നെ പരിശോധിച്ച ശേഷം അസുഖം ഗർഭലക്ഷണമല്ലെന്ന് പറഞ്ഞു. നിന്നോടും സുനിലിനോടും പുറത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് എന്നോട് മാത്രമായി ഒരു വ്യക്തിപരമായ കാര്യം സംസാരിച്ചു. പുറത്തു വന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞത് മൂകാംബികയിൽ ഡോക്ടർക്ക് ചണ്ഡികാഹോമം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ആ കാര്യമാണ് ഞങ്ങൾ സംസാരിച്ചതെന്നാണ്. പക്ഷെ സത്യം അതല്ല. പിന്നെ എന്താ ഡോക്ടർ പറഞ്ഞത്?